ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണ് ഞാൻ ഇന്ന് ഫുൾ ഡേ കുക്ക് ചെയ്തത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് വയ്ക്കാം, കുറച്ച് കടലക്കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഈ കടല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു തക്കാളിയും 2 പച്ചമുളകും ഒക്കെ ഇട്ട് സവോള ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 2 കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഒരു 2 സവോള അരിഞ്ഞിട്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ അതിലേക്ക് 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടിയിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. കടലക്കറിയൊക്കെ നമ്മൾ കോമൺലി എപ്പോഴും ഉണ്ടാക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയണ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയാണ് യൂസ് ചെയ്യണത്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിന് എരിവ് കണക്കാക്കിയിട്ട് മുളക് പൊടി ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് പച്ചമണം മാറി വരുന്ന ടൈമിൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പിടി കടല നമ്മളത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളൊന്ന് അരച്ച് എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കടല ആ ഒരു മസാലയായിട്ടൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ ഈ കടല അരയ്ക്കണത് ആ കറിക്ക് ആ ഒരു കൊഴുപ്പ് കിട്ടാനും കുറച്ചൊന്ന് ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരച്ചൊഴിക്കണത്. അപ്പോൾ ആ കടല നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആ കടലയിൽ അടിച്ചെടുത്ത വെള്ളവും കൂടിയിട്ട് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ടിപ്പിക്കൽ മലയാളി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ആ വെള്ളം ഒഴിച്ചത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് തീ ഒന്ന് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് കടലക്കറിക്ക് കൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പം ഞാൻ പ്രിഫർ ചെയ്തത് പൂരിയാണ് കേട്ടോ, പൂരിയും കടലക്കറിയും. അപ്പം ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ജസ്റ്റ് അതിനെ ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കണത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന്, അതായത് ചപ്പാത്തിയുടെ ആ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കണ പോലെ തന്നെയാണ് നമ്മൾ പൂരിക്കും കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതിനെ ഒരു പാകത്തിൽ ഉരുട്ടിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനെ ഈ ഒരു പ്രസ് ചെയ്യണത് മെഷീനിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിലും കിട്ടും, പണി എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തു. എന്നിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു തവി കൊണ്ട് അതിനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ള പൂരിയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പൂരിയും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി പൂരിയും കടലക്കറിയൊക്കെ കഴിച്ചിട്ടായിരുന്നു തുടക്കം. പിന്നെ നേരെ ഇനി ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഫൈനലൈസ് ചെയ്തു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിഞ്ഞ് അത് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് പിന്നെ തക്കാളി പച്ചമുളകും കൂടിയിട്ട് അതും വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം അതിലേക്ക് തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വെന്തിറങ്ങി തിളച്ച് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറിൽ ഓൾറെഡി ഞാൻ റെസിപ്പി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂടിയായിട്ട് നല്ല അടിപൊളി ഒരു ഫുഡായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ഒരു നൂഡിൽസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു നൂഡിൽസ്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് നമുക്ക് ഈ ഒരു സീസണിങ്സ് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻഡോമീൻ്റെ നൂഡിൽസിൻ്റെ പാക്കറ്റായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, വൈറ്റ്. അതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ കുറേ സോസും സീസണിങ്സും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു പാക്കറ്റിലുണ്ടായിരുന്ന നൂഡിൽസിനെയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നോർമലി നമ്മൾ ആ ഒരു തിളച്ചിട്ട് ആ ഒരു വെള്ളം വറ്റിച്ച് ഇങ്ങോട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് കുക്കൊക്കെ ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഒരു ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഫീഡ്ബാക്ക്സ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.